ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് കെയർ. പ്രത്യേകിച്ച് ഇന്ത്യ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാണെന്ന് പറയുന്ന കാര്യം ലോക രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പരിഗണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇന്ത്യയുടെ മെഡിക്കൽ രംഗത്തു നിന്നുള്ള സഹായം തേടിക്കൊണ്ട് ഇന്നും പല വേദികളിൽ ആവശ്യം ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഇതേ സമയത്ത് തന്നെ പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും ഇന്ത്യയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് തേടുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾ പലരും കേട്ടിരിക്കും. കേരളത്തിൽ ഉഴിച്ചലിനും മറ്റു പല കാര്യങ്ങളുമായിട്ടും വരുന്ന വിദേശികളെ പോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളോട്ടും വ്യാപകമായ തോതിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പൗരന്മാർ ചികിത്സയ്ക്ക് വേണ്ടി കടന്നു വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. ഈ ഒരു ചികിത്സ എന്ന് പറയുന്ന കാര്യത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്ന മെഡിക്കൽ ടൂറിസത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? എങ്ങനെയാണ് ഈ ഒരു മെഡിക്കൽ ടൂറിസം ഇന്ത്യക്കും യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും ഒരു എക്കോണമിക്കൽ ബെനിഫിറ്റ് സമ്മാനിക്കുന്നത്? ഇതിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? വളരെയധികം വിശദമായിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു പാശ്ചാത്യ രാജ്യത്തിൽ ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടോ അതുമല്ലെങ്കിൽ ഒരു വർക്ക് വിസയിൽ വർക്കറായിട്ടോ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമാണ് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് വേണമെന്ന്. ഇന്ന് ഏതൊരു കമ്പനിയാണെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ പോലും ആ സ്റ്റാർട്ടപ്പിൻ്റെ എംപ്ലോയീസിന് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ വളരെയധികം ചീപ്പായതുകൊണ്ടും ഇന്ത്യൻ എക്കോണമിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടും അത് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഹെൽത്ത് ഇൻഷുറൻസ് അവരുടെ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ലഭ്യമാകുന്ന കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ലിമിറ്റേഷനിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. ചിലപ്പോൾ ഒരു 2-3 ലക്ഷമായിരിക്കും നിങ്ങൾക്കൊരു ക്ലെയിമായിട്ട് അത് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബാരിയർ നമുക്കൊരു പ്രശ്നമായിട്ട് മാറിയേക്കാം. ഈ കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഒരാൾക്ക് സഫീഷ്യൻ്റ് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളൊരു ജോലി മാറുകയാണെങ്കിൽ ആ ഒരു ഹെൽത്ത് കവർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ പാരൻസിനും കൂടെ ഒരു കവറേജ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നഷ്ടമായേക്കാം. മാത്രമല്ല നിങ്ങൾ ഇൻ കേസ് ഹോസ്പിറ്റലൈസേഷൻ ആവുകയാണെങ്കിൽ അവിടെയുള്ള റൂം റെൻറ്റിന് ഒരു ക്യാപ്പ് ഉണ്ട്, ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ റിട്ടയർ ആകുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കൊരു പുതിയൊരു ഹെൽത്ത് പോളിസി എടുക്കാമെന്ന് പറഞ്ഞാലും അതിനപ്പോൾ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. സോ ഒരു നല്ലൊരു ഏജിൽ തന്നെ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് വളരെയധികം അഫോർഡബിൾ ആയിട്ടൊരു കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് വിദേശ രാജ്യങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെ പറ്റി പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരു ഹയർ ക്യാപ്പിലായിരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് നിശ്ചയിച്ചിരിക്കുക. ഒരു പരിധിവരെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം, ഒരു ചെറിയൊരു പനിയാണെങ്കിൽ പോലും ആ ഹെൽത്ത് ഇൻഷുറൻസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുക. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളോട് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനും ബാക്കിയുള്ള പല വർക്കിംഗ് പ്രൊഫഷണൽസിനും ഈ ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായിട്ട് ആ രാജ്യങ്ങളിൽ പരിഗണിക്കപ്പെടുന്നത്. സോ അതേ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഇന്ത്യയിൽ നൽകേണ്ട കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അവിടെയാണ് പല പ്രധാനപ്പെട്ട പ്രോബ്ലംസും പലതരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി അറിയേണ്ടിയിരിക്കുന്നത്. അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ എക്കോണമിക്കും യൂറോപ്പിലെയും ബാക്കിയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും എക്കോണമിക്ക് നമ്മുടെ ഇന്ത്യയിലെ ചികിത്സാ രംഗം ഒരു സഹായകമായിട്ട് മാറുന്നു പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഏഷ്യ ഭൂഖണ്ഡത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിൽ ഏറ്റവും കൂടുതലായിട്ട് സ്പെൻഡിങ് ചെയ്യേണ്ടി വരുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡിസീസിന് ഒരു ക്യൂർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ചിലവാക്കുന്നതിനേക്കാളും 100-200 ഇരട്ടി തുകയായിരിക്കും ഈ വെസ്റ്റേൺ കൺട്രീസ് ചിലവഴിക്കേണ്ടി വരുന്നത്. പക്ഷേ അവിടെ ഹൈ ക്ലാസ് ട്രീറ്റ്മെൻറ്റ് ആണെന്നൊക്കെ പറയുകയാണെങ്കിലും ആ ട്രീറ്റ്മെൻറ്റും ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റവും ഇല്ലാന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ എക്കോണമിക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് ഈ ഒരു കാര്യം മാറുന്നത്. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ എക്കോണമിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ വന്ന് ചികിത്സ തേടുന്ന വിദേശ പൗരന്മാരിലൂടെ ബെനിഫിറ്റ് ലഭ്യമാകുന്നു എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ്. ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഫ്രീ ആയിട്ടുള്ള മെഡിക്കൽ സർവീസ് നൽകാറുണ്ട്. ഈ മെഡിക്കൽ എക്സ്പെൻസ് ഒരു രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് അമേരിക്കൻ എക്കോണമി ഏറ്റവും കൂടുതൽ ബാധിച്ച കാര്യമായിരുന്നു അമേരിക്കൻ പൗരന്മാർക്ക് നൽകേണ്ട ആ ഒരു ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രശ്നമായിട്ട് അത് മാറിയപ്പോൾ അന്ന് പലരും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്തതും അമേരിക്കയിൽ കാണാൻ സാധിക്കുന്ന ഘടകമാണ്. സോ ഇങ്ങനെ ഒരു ആരോഗ്യ മേഖലയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗമായിട്ട് ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ രംഗത്തെ സ്പെൻഡിങ് മാറ്റിവെക്കാനായിട്ട് ഒരു രാജ്യം നിർബന്ധിതരാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ എക്കോണമിക്കും അത് കാര്യമായ പ്രശ്നമായിട്ട് മാറിയേക്കാം. പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസീസ് വരികയാണെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് എക്കോണമിയെ ബാധിക്കാനും കാരണമായേക്കാം. അവിടെയാണ് ആ രാജ്യത്തെ പൗരന്മാർ മറ്റു പല രാജ്യങ്ങളോട് ചികിത്സയ്ക്കായിട്ട് പോകുമ്പോൾ അതിലൂടെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഈ രാജ്യങ്ങളെ സ്വന്തമാക്കാൻ സാധിക്കുന്നു പറയുന്ന ഘടകം വരുന്നത്. സോ കോസ്റ്റ് സേവിംഗ് എന്ന് പറയുന്ന ഘടകമാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ മാത്രം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഹെൽത്ത് കെയറിലെ സ്പെഷ്യലിസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. സോ ഇന്ത്യയിൽ പല മേഖലയിലുള്ള സ്പെഷ്യലിസ്റ്റുകൾ കൂടുതലായി ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ലഭിക്കാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ട്.
ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തെ പറ്റി കുറ്റം പറയുന്ന പലരും ഈ ഒരു കാര്യത്തെപ്പറ്റി കമ്പയർ ചെയ്യാറില്ല. കാരണം പല എക്സ്പേർട്സും ഇന്ത്യയിൽ നിന്ന് മറ്റു പല രാജ്യങ്ങളിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വാർത്തകൾ പോലും നിങ്ങൾ കേട്ടിരിക്കും. സോ ഇന്ത്യയിൽ ഈ എക്സ്പേർട്സിൻ്റെയും ഈസി ടു ആക്സസ് എന്ന് പറയുന്ന കാര്യത്തിനുള്ള അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ആ രാജ്യത്തിൻ്റെ അകത്തുള്ള ആ ഒരു പ്രോബ്ലത്തെ കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കും. സോ ഒരു രാജ്യത്തിന് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ട കാര്യമാണ് ആ രാജ്യത്തെ പൗരന്മാരുടെ ആയുർദൈർഘ്യം കൂട്ടിയെടുക്കുക എന്ന് പറയുന്നത്. സോ ആയുർദൈർഘ്യം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നല്ലൊരു പ്രോപ്പർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ അവിടെയുള്ള ആ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിന് പ്രശ്നമായിട്ട് മാറുമ്പോൾ ഇന്ത്യ അവിടെ ഒരു സഹായസ്ഥമായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. സോ ഇതിലൂടെ ഇന്ത്യൻ എക്കോണമിക്ക് ഒരു ബെനിഫിറ്റാണ്. കാരണം ആ രാജ്യങ്ങളുടെ ഹെൽത്ത് കെയറിലുള്ള ആ ഒരു പ്രോബ്ലംസ് കൊണ്ട് തന്നെ പല പൗരന്മാരും ഇന്ത്യയിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് തേടുമ്പോൾ ഇന്ത്യയിൽ ഈ ഹെൽത്ത് കെയർ മേഖല കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും അതിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധ്യമാണ്. സോ ഇതൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് കടന്നു വരുന്ന ഇന്നോവേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. ഇന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മേഖലയിൽ മാത്രം കൂടുതൽ ഇന്നോവേഷൻ നടക്കുന്നുണ്ട്. പുതിയ പല ടെക്നോളജി വികസിപ്പിക്കുന്നുണ്ട്. റോബോട്ട്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റും പലതരം ടെക്നോളജി ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റും നമുക്കിന്ന് കാണാൻ സാധിക്കും. ഇന്ന് ഹെൽത്ത് കെയർ മേഖലയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് കൊളാബറേഷൻ. പണ്ട് ഒരു മരുന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ മരുന്ന് ഞങ്ങളുടെ രാജ്യത്തിന് മാത്രമാണ് അവകാശപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എത്താതിരിക്കാനായിട്ട് പലതരത്തിലുള്ള പൊളിറ്റിക്കലായിരിക്കുന്ന നീക്കങ്ങൾ പല രാജ്യങ്ങളുടെ നേതാക്കന്മാരും അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതെല്ലാം തന്നെ മാറ്റപ്പെടുന്നത് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഹെൽത്ത് കെയറിലോട്ടുള്ള ആക്സസ് വളരെയധികം സുഗമമായി ലഭിക്കണമെന്ന് പറയുന്ന കാര്യം കൊണ്ട് തന്നെ ലോകത്ത് കൊളാബറേഷൻ എന്ന് പറയുന്ന കാര്യം വളരെ ഫാസ്റ്റായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ പുതിയ പല ഇന്നോവേറ്റീവ് ടെക്നോളജീസ് ഹെൽത്ത് കെയറിൽ വികസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് എക്കോണമിക്കും ആ രാജ്യങ്ങളുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കും പ്ലസ് ആ രാജ്യത്തെ പൗരന്മാർക്കുള്ള ബെനിഫിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി കടന്നു വരുന്ന എക്കോണമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുമ്പോൾ ആ രാജ്യത്തിനകത്തോട്ടുള്ള ഇൻഫ്ലോവും ഔട്ട്ഫ്ലോവും കൂടുതൽ വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിലൂടെ എക്കോണമിക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും സാമ്പത്തികമായുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധ്യമാവും. ഇനി സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളിലെ പൗരന്മാരും ഇന്ത്യയിലോട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് തേടുമ്പോൾ ആ രാജ്യങ്ങൾ അലോ ചെയ്യുന്നതും അത് വെൽക്കം ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇന്ത്യക്കും ബെനിഫിറ്റാണ്, ആ രാജ്യങ്ങൾക്ക് ബെനിഫിറ്റാണ്. രണ്ടുപേർക്കും വിൻ വിൻ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെയധികം വ്യാപകമായിട്ട് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്ന കാര്യം ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ച കാര്യമായിരുന്നു പല രാജ്യങ്ങളിലും ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഇമ്പോർട്ടൻസ് ഇന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ച് നോക്കാം. പെട്ടെന്ന് ഒരു അസുഖം വരികയാണ്. ഈ അസുഖത്തിന് ക്യൂർ ഉണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് നേടണമെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു ചിലവ് വന്നേക്കാം. ഈ ചിലവ് എങ്ങനെ നിങ്ങൾ സഹിക്കും? നിങ്ങൾക്കാണെങ്കിൽ സേവിങ്സ് വളരെ കുറവാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നത്. നല്ല ബെനിഫിറ്റോട് കൂടി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യാനും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനും സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പോളിസി ബസാർ. ഈ പോളിസി ബസാറിനെ പറ്റി ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യമാണ്. നിങ്ങൾക്ക് വെറും 390 രൂപ പെർ മന്ത് ചെലവഴിച്ചുകൊണ്ട് ഏകദേശം 1 കോടി രൂപ അടുത്ത് വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് പോളിസി ബസാർ നൽകുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 25% ഡിസ്കൗണ്ടോട് കൂടി തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാനും പോളിസി ബസാറിലൂടെ സാധിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനും പ്ലസ് 30 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലെയിമിനുള്ള സപ്പോർട്ട് ലഭിക്കാനും പോളിസി ബസാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിച്ചാൽ പോലും അവിടെ പോളിസി ബസാറിന്റെ സപ്പോർട്ട് വരുന്നത് മൂലം നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലെയിമിന്റെ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു സപ്പോർട്ടിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന മാനേജേഴ്സും നിങ്ങൾക്ക് പോളിസി ബസാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ പോളിസി ബസാറിന്റെ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കും, നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ക്വയറിയുമായിട്ട് പോളിസി ബസാർ റീച്ച് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 30 മിനിറ്റിനോടകം തന്നെ അതിൻ്റെ സൊല്യൂഷൻ പോളിസി ബസാർ നൽകുന്നതായിരിക്കും. അതിനുവേണ്ടിയുള്ള കസ്റ്റമർ സപ്പോർട്ട് അവർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് ടാക്സ് സേവിങ്ങും ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ മാറുന്നുണ്ട്. ഏകദേശം 75,000 രൂപയിൽ ഒരു വർഷം സേവ് ചെയ്യാനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഹെൽത്ത് ഇൻഷുറൻസ് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങളൊന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇന്ന് പ്രായം കൂടുന്തോറും പല പുതിയ അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ആയിട്ട് മാറിയേക്കാം. നിങ്ങളുടെ ഫാമിലിക്കും അത് സഹായസ്ഥമായിട്ട് മാറുന്നൊരു കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ഡയബറ്റിക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് തരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാനായിട്ട് പോളിസി ബസാറിലെ പല പാക്കേജസ് ഉണ്ട്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കൂടാതെ നിങ്ങളൊരു വിവാഹിതനായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്ക് വരാൻ പോകുന്ന കുട്ടിക്കുമെല്ലാം കൃത്യമായിരിക്കുന്ന ബെനിഫിറ്റ് ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭ്യമാവും. സോ അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് കമല്ല പോളിസി ബസാർ ലിങ്ക് കൊടുക്കാം. വളരെയധികം ബെനിഫിറ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സ്വന്തമാക്കാനും അതിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും.
നമുക്കിനി എങ്ങനെയാണ് ഇന്ത്യയിലെ മെഡിക്കൽ രംഗം ഇന്ന് പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരെയും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാം. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അഫോർഡബിലിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. അതായത് വളരെയധികം ചുരുങ്ങിയ തുക കൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കുന്ന ഹെൽത്ത് സപ്പോർട്ട് സ്വന്തമാക്കാനായിട്ട് ഇന്ത്യയിലെ മെഡിക്കൽ രംഗം സഹായിക്കുന്നുണ്ട്. ഇത് ഏതൊരു ട്രീറ്റ്മെന്റിനാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തിന്റെ ഒരു എക്സ്പെൻസും യൂറോപ്യൻ രാജ്യങ്ങളുടെ എക്സ്പെൻസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് ഡ്രാസ്റ്റിക് ആയിരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കും. അതിനുള്ള മേജർ റീസൺ ഇന്ത്യൻ മെഡിക്കൽ രംഗത്തിലെ പല വിപ്ലവകരമായ മാറ്റങ്ങളാണെന്ന് പറയാൻ സാധിക്കും. പലപ്പോഴായിട്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് പോലും അഫോർഡബിളായ രീതിയിൽ ഹൈ ക്ലാസ് ചികിത്സ നേടണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ നടപ്പാക്കിയ പല പദ്ധതികളും നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബെനിഫിറ്റ് പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കും സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പറയുന്നതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയിലോട്ട് വരുന്നത്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വേൾഡ് ക്ലാസ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പല ഹോസ്പിറ്റൽസും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഈ ഹോസ്പിറ്റൽസിൽ അഫോർഡബിളായ റേറ്റിന് ട്രീറ്റ്മെന്റ് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും ഇന്ത്യയെ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായി തീരാറുണ്ട്. ഇത് കൂടാതെ തന്നെ വളരെ ഫാസ്റ്റർ ആയിട്ട് ട്രീറ്റ്മെന്റ് ആക്സസ് ലഭിക്കുന്നതും ഇന്ത്യൻ മെഡിക്കൽ രംഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ ശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്യാനായിട്ട് വരാറില്ല. പലപ്പോഴും വളരെയധികം പെട്ടെന്ന് പിറ്റേന്ന് തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതും വിത്തിൻ 1 വീക്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് സാധ്യമാകുമെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഒരേ സമയം വെറൈറ്റി ഓഫ് ട്രീറ്റ്മെന്റ്സ് ഇന്ത്യയിൽ ലഭ്യമാകുന്നതും പ്ലസ് പേഴ്സണലൈസ്ഡ് ആയിരിക്കുന്ന കെയർ ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്ത് നിന്ന് ലഭ്യമാകുന്നതും വിദേശികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തെ പൗരൻ ഇന്ത്യയിൽ വന്നൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് തേടുകയാണെങ്കിൽ ആ പൗരന് വേണ്ട എല്ലാ സപ്പോർട്ടും അവർ ഹോസ്പിറ്റൽ ലഭ്യമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ മെഡിക്കൽ രംഗം ഇന്ന് പല രാജ്യങ്ങളുടെ പൗരന്മാരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത്. ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റിയൊക്കെ സൂചിപ്പിച്ചെങ്കിലും നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ രംഗത്തിലും ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും പരിഗണിക്കുന്ന കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. ബട്ട് ഇംഗ്ലീഷ് അറിയാത്ത പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരുണ്ട്. അവർ ഇന്ത്യയിൽ വരുമ്പോൾ ട്രീറ്റ്മെന്റ് തരുന്ന സമയത്ത് അവർക്കിതൊരു പ്രധാനപ്പെട്ട ബാരിയർ ആയിട്ട് മാറിയേക്കാം. ബട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു പല മാറ്റങ്ങളും ഇന്ന് ഇന്ത്യയിലെ പല ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈവൻ ഹോസ്പിറ്റലിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്ന ട്രാൻസ്ലേറ്റേഴ്സ് പോലും ഇന്ന് ലഭ്യമാകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പരിഗണിക്കാൻ സാധിക്കും. ദെൻ അടുത്തൊരു പ്രോബ്ലമായിട്ട് കടന്നു വരുന്നത് ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്തുള്ള ചില പോരായ്മകളാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ എന്ന് പറയാൻ സാധിക്കുന്നത് ചില ഹോസ്പിറ്റൽസ് മാത്രമേ ഹൈ ക്ലാസ് ലെവലിൽ ട്രീറ്റ്മെന്റ് ലഭ്യമാകുമെന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പല സർക്കാർ ഹോസ്പിറ്റലുകളിലും വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും ആ മാറ്റത്തിൻ്റെ ഫേസ് നടപ്പാകുന്ന ആ രീതി വളരെ സ്ലോ ആണ്. പതുക്കെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഈ ഒരു മാറ്റം നടക്കുന്നുള്ളൂ. അതൊരു ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് നടപ്പാകുകയാണെങ്കിൽ അത് സാധാരണക്കാർക്കും പ്ലസ് വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കും കുറച്ചും കൂടെ അഫോർഡബിളായ രീതിയിൽ ട്രീറ്റ്മെന്റ് ലഭ്യമാക്കാനുള്ള ഒരു കാരണമായി തീർന്നേക്കാം. ഇത് കൂടാതെ തന്നെ പല വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്കും കൾച്ചറൽ ഡിഫറൻസ് ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം. ഇന്ത്യൻ കൾച്ചർ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ സംസ്കാരം അതിനായ രീതിയിലൊരു തനിമയുണ്ട്. അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ സംസ്കാരത്തിനും അവരുടേതായ ഒരു പ്രത്യേകതയുണ്ട്. സോ ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ളത് മൂലം ഇന്ത്യയിൽ വന്ന് ട്രീറ്റ്മെന്റ് തേടുമ്പോൾ പലരും അതൊരു പ്രശ്നമായിട്ട് പരിഗണിക്കപ്പെട്ടേക്കാം. സോ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് ഈ പോരായ്മകളെക്കാളും ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നോട്ട് നിർത്തി കാണിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ മാറ്റം എല്ലാവരുടെയും സംഭവിക്കേണ്ട അത്യാവശ്യമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഈ ഒരു മാറ്റത്തിൻ്റെ വേഗം നമുക്കുള്ള പോരായ്മകളെ മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ഞാനൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി എന്തെല്ലാമാണ് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. പ്ലസ് പോളിസി ബസാറിൽ നിങ്ങൾക്ക് പോളിസീസ് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ലിങ്ക് കൊടുക്കാം. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ ദിസ് വീഡിയോ.